നമസ്കാരം. മോദിയുടെ ഉറച്ച നിലപാടുകൾക്ക് ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കും. അതും സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാറിൽ നിർണായക തിരുത്തലുകൾ വരുത്തി ട്രംപ് ഭരണകൂടം. കരാറിന് പിന്നാലെ വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ ഔദ്യോഗിക വസ്തുതാരേഖകളിൽ ഇന്ത്യ ചൂണ്ടിക്കാണിച്ച പിശകുകൾ അമേരിക്ക അംഗീകരിച്ചു. ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ പട്ടികയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളെ അമേരിക്ക ഒഴിവാക്കി. കൽക്കരി, ഊർജം, IT മേഖലകളിലെ സഹകരണം മാത്രമാണ് ഇനി പട്ടികയിലുള്ളത്. ഇന്ത്യൻ കർഷകരെയും രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ഇടപെടലാണ് ഈ മാറ്റത്തിന് പിന്നിൽ. അമേരിക്കയിൽ നിന്നുള്ള പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറയ്ക്കുമെന്ന് US അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ ഇത് ശക്തമായി നിഷേധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ്ഗ ഉൽപാദകരും ഉപഭോക്താക്കളുമാണ് ഇന്ത്യ. അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇവ എത്തുന്നതോടെ ഇന്ത്യൻ കർഷകരുടെ ഉപജീവന മാർഗം തകരുമെന്ന ആശങ്കയിലായിരുന്നു രാജ്യം. ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പുതുക്കിയ രേഖകളിൽ നിന്ന് പയറുവർഗ്ഗങ്ങൾ എന്ന വാക്ക് അമേരിക്ക പൂർണ്ണമായും നീക്കം ചെയ്തു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാക്കുകളിലും US ഭരണകൂടം വലിയ വിട്ടുവീഴ്ച ചെയ്തു. $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു ആദ്യ അവകാശവാദം. ഇത് മാറ്റി $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നു എന്നാക്കി മാറ്റി. പയറുവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇറക്കുമതി തീരുവ ഇളവ് നൽകുമെന്ന് വൈറ്റ് ഹൌസ് ആദ്യം പുറത്തിറക്കിയ രേഖകളിൽ വ്യക്തമാക്കിയിരുന്നു. ധാരണയിലെത്തിയ ഇടക്കാല വ്യാപാര കരാറിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടില്ല എന്നത് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് പുതുക്കിയ രേഖകളിൽ നിന്ന് പയറുവർഗ്ഗങ്ങൾ എന്ന വാക്ക് പൂർണ്ണമായും നീക്കം ചെയ്തു. ഇതോടെ കരാറുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾക്ക് ശമനമായി. ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ്ഗ ഉൽപാദകരും ഉപഭോക്താക്കളുമാണ് ഇന്ത്യ. വിവിധ പരിപ്പുകൾ, കടല, ഉണങ്ങിയ ബീൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ വിഭാഗങ്ങളിൽ അമേരിക്കൻ ഇറക്കുമതിക്ക് ഇന്ത്യ കടുത്ത നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. US വസ്തുതാ വിവരത്തിലെ മാറ്റം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ വാദങ്ങൾ വിജയിച്ചതായി സൂചിപ്പിക്കുന്നു. വ്യാപാര ഇടപാടിലെ വാക്കുകളിൽ US ഭരണകൂടം കൂടുതൽ അയവ് വരുത്തിയിട്ടുണ്ട്. $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന് പകരം ഉദ്ദേശിക്കുന്നു എന്നാണ് പുതിയ രേഖകളിൽ പറയുന്നത്. കൂടാതെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഊർജം, വിവര സാങ്കേതിക വിദ്യ, കൽക്കരി തുടങ്ങിയ മേഖലകളിലെ ഇടപാടുകൾ തുടരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ കാർഷിക മേഖല GDPയുടെ 1/5 വഹിക്കുന്നുണ്ട്. 2035ഓടെ $1.4 ട്രില്യൺ വളരാൻ ശേഷിയുള്ള ഈ മേഖലയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള ഇറക്കുമതി അനുവദിക്കുന്നത് ആഭ്യന്തര വിപണിയെ തകർക്കുമെന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് കാർഷിക രംഗം പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകാത്തത്. ഡിജിറ്റൽ സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടിലും അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇന്ത്യ ഡിജിറ്റൽ സേവന നികുതി നീക്കം ചെയ്യുമെന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവനയെങ്കിൽ വിവേചനരഹിതമായ ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾക്കായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ ഇന്ത്യ സമ്മതിച്ചു എന്നാണ് തിരുത്തിയ ഫാക്ട് ഷീറ്റിലുള്ളത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുന്നതിൽ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. കഴിഞ്ഞയാഴ്ചയാണ് ഇരു രാജ്യങ്ങളും വ്യാപാര കരാറിലെത്തിയത്. പിന്നാലെ ഇതിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ചൊവ്വാഴ്ച US ഫാക്ട് ഷീറ്റ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ചർച്ചകൾക്കൊടുവിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിച്ചത്. 50% ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ US 18% കുറച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് കരാർ യാഥാർത്ഥ്യമായത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ 25% നികുതി പിൻവലിച്ചതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര ചർച്ചകളുടെ ഭാഗമായാണ് ഡിജിറ്റൽ പരസ്യ നികുതി അഥവാ ഗൂഗിൾ ടാക്സ് ഇന്ത്യ പിൻവലിച്ചതെന്ന പ്രചരണങ്ങളിൽ വ്യക്തതയും വന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യ ഈ നികുതി ഒഴിവാക്കിയിരുന്നു എന്നതാണ് വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസ് നേരത്തെ പുറത്തിറക്കിയ കുറിപ്പിലെ വിവരങ്ങൾ പിന്നീട് തിരുത്തുകയും ചെയ്തു. ട്രംപിന് പോലും തന്റെ നിലപാടുകളിൽ നിന്ന് പിന്മാറുകയും തിരുത്തൽ വരുത്തുകയും ചെയ്യേണ്ടി വരുന്നത് മോദിയുടെ ഇച്ഛാശക്തിയുടെ മറ്റൊരു തെളിവായി ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല.